ഷോപ്പിഫൈ യൂസ് ചെയ്ത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം മതി. അതിന് ഒരുപാട് നോളജോ ഒരുപാട് ടെക്നിക്കൽ നോളജോ ഒന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനൊരു വെബ്സൈറ്റാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു വാച്ചിൻ്റെ സ്റ്റോറാണ്. ഈ വാച്ച് സ്റ്റോറിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് അതിലെന്തൊക്കെ കൊണ്ടുവരാം, അതെങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതും പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് ഫ്രീ ട്രയൽ എടുക്കാം. ആ ഫ്രീ ട്രയൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് 20 രൂപ നിരക്കിലാണ് കിട്ടും. ഷോപ്പിഫൈയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വർത്ത് തന്നെ ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ മെനൂസ് കാണാൻ പറ്റും. എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്ന് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതിൽ ഓർഡേഴ്സ്, പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ്, ഡിസ്കൗണ്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നേരിട്ട് എടുക്കാം. അതുപോലെ തന്നെ അനലിറ്റിക്സ്, സെയിൽസ് ഓവർവ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറിലേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. ആഡ് എ പ്രൊഡക്റ്റ് എന്ന് വന്നിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വാച്ചിൻ്റെ സ്റ്റോറാണ്. വാച്ചിൻ്റെ സ്റ്റോറിൽ നമുക്ക് ഒരു റിസ്റ്റ് വാച്ച് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഫോർ മെൻ വിത്ത് വൈറ്റ് ഡയൽ. ഇവിടെ സെക്കൻഡായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ എന്താണ് വാച്ചിന് പറ്റിയ ഡിസ്ക്രിപ്ഷൻസ്? ലെതർ സ്ട്രാപ്പ്, വൈറ്റ് ഡയൽ, അനലോഗ് സ്റ്റൈൽ, ഇങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് പാരഗ്രാഫായിട്ട് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ അത് ഒരു കസ്റ്റമർ വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി താഴെയായിട്ട് നമുക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്ലോഡ് ന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ഇതാണ്. ഒരു ഇമേജ് ആഡ് ചെയ്തു. ഇനി അടുത്ത ഇമേജ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റും ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് എപ്പോഴും 2 എണ്ണം കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഏത് പ്രൊഡക്റ്റാണ് ആദ്യം കാണേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കീ ഇമേജായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതായത് മെയിൻ ഇമേജ് ഇതാക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതാക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് കാറ്റഗറിയാണ്. കാറ്റഗറിയിൽ നമുക്ക് ഓൾറെഡി വാച്ചസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാകാതെ ഇപ്പോൾ വാച്ചെന്ന് നമ്മൾ ടൈറ്റിൽ കൊടുത്തതുകൊണ്ടും ഫോട്ടോ വെച്ചതുകൊണ്ടും ഓൾറെഡി ഇതിന് മനസ്സിലായിട്ടുണ്ട് വാച്ചാണെന്ന്. അങ്ങനെയാണ് ഇതിൽ വാച്ച് സെലക്റ്റഡ് ആയത്. ഇനി അതല്ല, നമുക്ക് മറ്റേതെങ്കിലും പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ പ്രൈസിങ് കൊടുക്കുക. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൻ്റെ ഫീൽഡിൽ നമ്മളിത് എത്ര രൂപയ്ക്കാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എമൗണ്ട് കൊടുക്കുക. കമ്പയർ റേറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മളതിന് 699 കൊടുക്കുക. ഇതിന് താഴെ കോസ്റ്റ് പെർ ഐറ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പ്രോഡക്റ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ളതിനനുസരിച്ച് നമുക്കിതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ കാണിക്കും. അതിൻ്റെ മാർജിൻ എത്ര % ആണെന്ന് കാണിക്കും. ഈ ഒരു ടിക്ക് ചാർജ് ഈ പ്രൈസിൽ ചാർജ് ടാക്സ് എക്സ്ട്രാ ചാർജ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ചാർജ് എക്സ്ക്ലൂഡിങ് ആണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ടിക്ക് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇൻക്ലൂഡിങ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ട്രാക്ക് ക്വാണ്ടിറ്റി കൊടുക്കുക. അതായത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയാലും നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും, ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഇനി നമുക്ക് ഇതിനൊരു പ്രൊഡക്റ്റിനൊരു വെയിറ്റ് കൊടുക്കുക. ഇതൊരു വാച്ച് ആയതുകൊണ്ട് തന്നെ ഒരു 250 ഗ്രാംസ് കൊടുക്കുക. kg മാറ്റിയിട്ട് ഗ്രാംസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളേഴ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ ഓൾറെഡി വാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് സെൻസ് ചെയ്തിട്ട് ഡയൽ കളേഴ്സ്, അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനായിട്ട് നമുക്കിതിൻ്റെ വാച്ച് മെറ്റീരിയൽ,
എന്താണോ, ലെതറാണോ, മെറ്റലാണോ, മെഷാണോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇനി ഇതിൻ്റെ സ്റ്റൈൽ ഏതാണ്, ലിമിറ്റഡ് എഡിഷൻ, ഇത്രയും കൊടുത്തിട്ട് ഇനി നമുക്കിതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് താഴേക്ക് നമുക്ക് ഓരോ വാച്ചിനും നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിന് താഴെയായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ലെതർ ലിമിറ്റഡ് എഡിഷന് എത്ര സ്റ്റോക്ക് ഉണ്ട്, ഒരു 25 പീസ് ഉണ്ട്. അടുത്ത ബ്ലാക്ക്, അതിൽ തന്നെ ബ്ലാക്ക് വേരിയൻറ്റിന് എത്ര പീസ് ഉണ്ട്, 25. ഇനി നമുക്ക് എക്സ്ട്രാ വേരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈസിലും ഡിഫറൻസ് വരുത്താം. അപ്പോൾ ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ വരുന്ന ഓരോ വേരിയൻസിനും നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസും കൊടുക്കാം. ഇതിന് താഴെ കാറ്റഗറി, മെറ്റാഫീൽസ്, അതായത് പ്രൊഡക്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. ഇതിന് താഴെ തന്നെയാണ് നമുക്ക് സെർച്ച് എഞ്ചിൻ ലിസ്റ്റിങ്ങിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വാച്ചിനെ സെർച്ചിൽ വരുത്താൻ വേണ്ടിയിട്ട്, അതായത് ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ URL ഹാൻഡിലും നമ്മൾ ചേഞ്ച് ചെയ്യണം. ബേസിക് SEO നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ്, അതുപോലെ ആരാണ് വെൻഡർ, നമുക്ക് ഇതിൽ പല വെൻഡേഴ്സിൻ്റെ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്കിവിടെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ പ്രോഡക്റ്റ് എന്ത് ടൈപ്പ് അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിൽ പെടുന്നതാണ്, ഏത് കാറ്റഗറി പെടുന്നതാണ്. ഇതിപ്പോൾ മെൻസ് വാച്ച് അനലോഗ് എന്ന് പറഞ്ഞൊരു കളക്ഷനിലാണ് പെടുന്നത്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കളക്ഷൻസിൽ നമുക്കത് ഉപയോഗിക്കാം. ഇനി ടാഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ നമുക്ക് കുറച്ചുകൂടി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് അനലോഗ് വാച്ചാണ്, മെൻ വാച്ചാണ്, ഇത് സമ്മർ സെയിലിൻ്റെ ഓഫറിൽ പെടുന്നൊരു വാച്ചാണ്. ഇത്രയും ഓപ്ഷൻസ് നമ്മളിവിടെ കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് കഴിഞ്ഞു. പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ഇനി ടോപ്പിൽ വന്നിട്ട് ഈ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ ഡ്രാഫ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആക്റ്റീവായിട്ട് മാത്രം സേവ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേയിൽ വരുള്ളൂ. ഡ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്പ്ലേയിൽ വരില്ല. സേവ് കൊടുക്കുക. പ്രോഡക്റ്റ് ലിസ്റ്റിംഗ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഡക്ട്സിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് കളക്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് കളക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കളക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കളക്ഷൻ എന്ന് വെച്ചാൽ കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിൽറ്റർ, ഒരു പ്രൊഡക്റ്റിന് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സമ്മർ കളക്ഷൻ അണ്ടർ 1000 സ്റ്റാഫ് പിക്സ്, അതായത് ഇപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ റീസെൻ്റ്ലി ആഡഡ് അങ്ങനെ പറഞ്ഞൊരു കളക്ഷൻ ഉണ്ടാക്കിയാൽ നമുക്ക് ഹോം പേജിൽ റീസെൻ്റ്ലി ആഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഇത് വരും. അങ്ങനെ ഓരോ രീതിയിലും നമുക്കിത് ആഡ് ചെയ്യാം. ഇതിനുശേഷം മാനുവലായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് കളക്ഷനിലേക്ക് ആഡ് ചെയ്യാം. ഓട്ടോമേറ്റഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട്, അതായത് പ്രൊഡക്റ്റ് ടാഗ് ഈസ് ഈക്വൽ ടു മെൻസ് വാച്ച് അല്ലെങ്കിൽ അനലോഗ് വാച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അനലോഗ് വാച്ച് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് അത് അനലോഗ് വാച്ചിൽ ടാഗിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ പ്രൊഡക്റ്റ് നേരെ ഈ ഒരു കളക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം നമുക്ക് കളക്ഷൻ ഇമേജ് ഇവിടെ ആഡ് ചെയ്യണം. ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേയിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം സേവ് കൊടുക്കുക. ഇങ്ങനെയാണ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കളക്ഷനിലേക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ടുള്ള ഉപയോഗം വരുള്ളൂ. നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓൺലൈൻ സ്റ്റോറിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇതിന് അണ്ടറിലായിട്ട് നമുക്ക് തീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. തീമിൽ ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് പെയ്ഡായിട്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള തീമുകൾ അവൈലബിൾ ആണ്. ഷോപ്പിഫൈയിൽ പോപ്പുലറായിട്ടുള്ള കുറേ ഫ്രീ തീംസ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. പെയ്ഡ് തീം വാങ്ങണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പെയ്ഡ് തീം വാങ്ങുന്നത് കൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. ഫ്രീ തീമിൽ നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവണമെന്നില്ല. ഇതിൽ സെൻസ് എന്ന് പറയുന്ന തീമുണ്ട്. അത് വിഷ്വലി നല്ല അപ്പീലിംഗ് ആയിട്ടുള്ളൊരു തീമാണ്. നമുക്ക് നമ്മുടെ സ്റ്റോറിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് ഈ ഒരു തീമിൻ്റെ ഡെമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു തീമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഡക്ട്സും അത് ഡിഫറെൻറ്റ്, അതായത് ഒരു ഗ്രേഡിയൻ ടൈപ്പ് ഓഫ് കളേഴ്സാണ്. അതുപോലെ തന്നെ പ്രൊഡക്ട്സിനകത്ത് ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ റേഞ്ചും ഡിസൈനും അത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ
എടുത്താൽ മാത്രമേ നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു തീമാണ് റിഫ്രഷിലും ഇതുപോലെ തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു തീമാണ്. ഈ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, പല പാറ്റേൺസിലാക്കി മാറ്റാനൊക്കെ പറ്റും. ഷോപ്പിഫൈയിൽ നമുക്ക് പല കാര്യങ്ങളും ഒരുപാട് നമുക്ക് കസ്റ്റമൈസേഷന് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിഫ്രഷ് എന്ന് പറയുന്ന തീമാണ്. ഈ തീമും ഫ്രീ ആണ്. ഈ തീമിലും ഇതുപോലെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന ടൈപ്പ് ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വാച്ചിൻ്റെ സ്റ്റോറും ഈ ഒരു റിഫ്രഷ് എന്ന് പറയുന്ന തീമിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തീം ആഡ് ചെയ്യുന്നു. തീമിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് നിലവിലുള്ള നമ്മുടെ സൈറ്റ് വിത്തൗട്ട് ഇമേജസ്, അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രിവ്യൂ ഒന്നും ഇല്ലാതെ, പ്രിവ്യൂവിൽ കണ്ടതുപോലെ ഇതുപോലെ ഇമേജസ് ഒന്നും ഇല്ലാതായിരിക്കും നമുക്ക് നമ്മുടെ തീം ലോഡായിട്ട് വരിക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ലോഗോ ഫയൽ എടുത്ത് വെക്കണം. അത് ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ഹെഡറിന് തൊട്ട് അപ്പുറത്തായിട്ട് തീം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. തീം സെറ്റിങ്സിൽ ലോഗോ ഫയൽ ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ലോഗോ ഫയൽ ചൂസ് ചെയ്യുക. ലോഗോ ഫയൽ നിങ്ങൾക്ക് ക്യാൻവയിൽ നിന്നും മറ്റോ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ലോഗോ ഫയൽ എടുത്ത ശേഷം അതിൻ്റെ ഡെസ്ക്ടോപ്പ് വിഡ്ത്ത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഫേവ് ഐക്കൺ ഇമേജ്, അതായത് നമ്മുടെ ബ്രൗസറിൽ മുകളിലായിട്ട് ടൈറ്റിൽ, വെബ്സൈറ്റിൻ്റെ ടൈറ്റിലിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നതിനാണ് ഫേവ് ഐക്കൺ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ഓപ്ഷനിലെടുക്കാം. ഇത് ചെയ്തിട്ട് റൈറ്റ് ടോപ്പിൽ, എന്ത് ചെയ്താലും നമ്മൾ റൈറ്റ് ടോപ്പിൽ സേവ് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ തൊട്ട് താഴെയുള്ള ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡ് ഇമേജ്, അത് മാറ്റണം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തൊട്ട് താഴെ ബ്രൗസ് ഓർ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് മാറ്റാനായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് സെലക്ട് ഓപ്ഷൻ, ഇമേജ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ഒരു ഇമേജ് ചൂസ് ചെയ്തു, ഡൺ കൊടുത്തു. അപ്പോൾ ഈ ഇമേജിനെ മറച്ചുകൊണ്ട് അതിന് മുകളിലായിട്ട് ബ്രൗസർ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാനായിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് കണ്ടൻറ് പൊസിഷനിൽ നമുക്ക് ബോട്ടം റൈറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ നമുക്ക് ആ ഒരു ഹെഡ് ഡയൽ മറയുന്നത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പല രീതിയിലും ഒഴിവാക്കാം. ഈവൻ നമുക്കവിടെ ഒരു ബട്ടൺ മാത്രമാക്കി കൊടുക്കാം, പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഈവൻ ബട്ടൺ ഇല്ലാതെ നമുക്കിത് വെക്കാൻ പറ്റും. അങ്ങനെ ടോട്ടലി ഇത് ഹൈഡ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുന്നത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ന്യൂ കളക്ഷൻ, എക്സ്പ്ലോർ, ഇത്രയും മാത്രം കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് റൈറ്റും സെൻറ്ററും ലെഫ്റ്റുമായിട്ട് മാറ്റാം. ഇതിന് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ, മൊബൈലിൽ ഇതിൻ്റെ പൊസിഷൻ മാറ്റാനും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ലേഔട്ടിൽ നമുക്ക് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് തുടങ്ങിയിട്ടുള്ള പൊസിഷനിലേക്ക് ഇത് മാറ്റാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് ഫീച്ചേർഡ് പ്രോഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരുന്നു നേരത്തെ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഡക്റ്റ്സ്, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫീച്ചേർഡ് കളക്ഷൻ, അതായത് ആഡ് എ ന്യൂ സെക്ഷൻ, ആഡ് എ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫീച്ചേർഡ് കളക്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഫീച്ചേർഡ് കളക്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഏത് കളക്ഷനാണ് അവിടെ കാണിക്കേണ്ടതെന്ന് ചൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെൻസ് വാച്ച് അനലോഗ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്തു, സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ട്സിന് താഴെയായിട്ട് ഫീച്ചേർഡ് കളക്ഷൻ കൂടി വന്നു. ഇനി ഏതൊക്കെ കളക്ഷനാണ് നമുക്കുള്ളത്, അതായത് ഇത് 2 കളക്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഫീച്ചേർഡ് കളക്ഷനും അതുപോലെ ഒരു മെൻസ് കളക്ഷൻ എന്ന് പറഞ്ഞതും, പിന്നെ ഒരു റീസെൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂലി ആഡഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുമാണ്. അപ്പോൾ കളക്ഷൻ ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കളക്ഷൻ ലിസ്റ്റ് എടുത്തു. ഇനി ഏത് കളക്ഷനാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. ആദ്യം കളക്ഷനിൽ, ഒന്നാമത്തെ കളക്ഷനിൽ ക്ലിക്ക് ചെയ്തു.
അതിനുശേഷം മെൻസ് വാച്ച് സെലക്ട് ചെയ്തു. സെക്കൻഡ് കളക്ഷൻ, ഞാൻ സെക്കൻഡ് കളക്ഷൻ ഇവിടെ ചൂസ് ചെയ്തു. ആൻഡ് റീസെൻ്റ്ലി ആഡഡ് കൊടുത്തു. ഇനി ബാക്കി 2 കളക്ഷൻ ഇവിടെ എം ടി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ 2 കളക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സായി, കളക്ഷൻ്റെ ലിസ്റ്റുമായി. ഇനി നമുക്ക് ഓരോ വാച്ചിനെ കുറിച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകം സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുക, ഇമേജ് വിത്ത് ടെക്സ്റ്റ്. ഇവിടെ ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിവിടെ ഞാൻ ഒരു ഇമേജ് ചൂസ് ചെയ്തു. അതിൻ്റെ ടെക്സ്റ്റ് ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്നുള്ളതിന് പകരം ക്ലാസിക് മെൻ വാച്ച്. ഇവിടെ ബട്ടണും അതുപോലെ തന്നെ ടെക്സ്റ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അവിടെ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ബട്ടൺ നേരെ വേണമെങ്കിൽ നമുക്ക് നേരെ ആ പ്രൊഡക്റ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് അതിനെ കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ, ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ പ്രൊഡക്റ്റിലേക്കായിരിക്കും പോവുക. ഇനി നമുക്ക് അടുത്തൊരു ഇമേജ് വിത്ത് ടെക്സ്റ്റും കൂടെ കൊടുക്കാം. ഇവിടെ ആദ്യത്തതിൽ നമ്മൾ ഇമേജ് പിന്നെ ടെക്സ്റ്റ് വന്നു. രണ്ടാമത്തേതിൽ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് പിന്നെ ഇമേജ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഡെസ്ക്ടോപ്പ് ഇമേജ് പ്ലേസ്മെൻറ്റ്, അതിൽ ഇമേജ് സെക്കൻഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇമേജ് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ആ ഇമേജിന് റെലവൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ബട്ടൺ ആ പ്രൊഡക്റ്റിലേക്ക് അസൈൻ ചെയ്യാം. ഇപ്പം നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കുന്നു. ബൈ നൗ ബട്ടൺ എന്ന് ലേബൽ ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ചെയ്ത കാര്യങ്ങൾ മൊബൈലിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മൊബൈലിൻ്റെ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് വന്നു, ആദ്യം ഒരു ബാനർ വന്നു, അതിനുശേഷം നമ്മുടെ പ്രൊഡക്ട്സ് വന്നു, അതിനുശേഷം നമ്മുടെ കളക്ഷൻസ് വന്നു, പിന്നീട് നമുക്ക് കളക്ഷൻ ലിസ്റ്റ് വന്നു, പിന്നെ നമ്മൾ ആഡ് ചെയ്ത ഇമേജ് വിത്ത് ബാനർ വന്നു, ഇമേജ് വിത്ത് ടെക്സ്റ്റ് വന്നു, അവിടെ ബട്ടൺ കൊടുത്തു. ഇനി നമുക്കുള്ളത് ഫൂട്ടറാണ്. അപ്പോൾ ഫൂട്ടറിൽ ഓൾറെഡി ഒരു ഇമെയിൽ ബോക്സ് ഉണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഇമെയിൽ ഫോമിൽ നമ്മുടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് പോളിസി പേജസ് അപ്ഡേറ്റ് ചെയ്യണം. പോളിസി പേജസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോർ സെറ്റിങ്സിലാണ്. സ്റ്റോർ സെറ്റിങ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പബ്ലിക്കലി എങ്ങനെ വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് ലെഫ്റ്റിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാൻ പറ്റും നമ്മുടെ സൈറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റ് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മന്ത് വരെ 20 രൂപ മാത്രമേ ഇതിനകത്ത് ചാർജ് വരുള്ളൂ. അതൊരു സീസണൽ ഓഫറായിരിക്കും. എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് ചേഞ്ചസ് വരാം. പുതിയ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സ്റ്റോർ സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ ബോട്ടം ലെഫ്റ്റിലാണുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡൊമൈൻസ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമൈൻസ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡൊമൈൻസ് ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് പുതിയ ഡൊമൈൻ വാങ്ങാനും അതുപോലെ തന്നെ പുതിയ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഡൊമൈന് ഇതിലേക്ക് കണക്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡൊമൈൻ നെയിം ചോദിക്കും. ആ ഡൊമൈൻ എവിടെയാണോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മളോട് പറയും. ഇപ്പോൾ ഈ ഡൊമൈൻ ഓൾറെഡി കണക്റ്റഡ് ഈ ഡൊമൈൻ നമ്മൾ ചുമ്മാ കൊടുത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് പറയും. ഈ കാര്യങ്ങൾ, ഈ ഡേറ്റാസ് നമ്മുടെ ഡൊമെയിൻ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേസ്റ്റ് ചെയ്താൽ ഇത് കണക്റ്റ് ആവും. ഷോപ്പിഫൈ റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ട് താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇൻക്ലൂഡിങ് പേയ്പാൽ, സ്ട്രൈപ്പ് തുടങ്ങിയിട്ടുള്ളതെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആഡ് എ ന്യൂ പേയ്മെൻറ്റ് ഗേറ്റ്വേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ബട്ടണിൽ നിന്ന് സെർച്ച് പ്രൊവൈഡർ കൊടുക്കുക. ഇന്ത്യയിൽ നമുക്ക് റേസർ പേയും ക്യാഷ് ഫ്രീ ആണ് മോസ്റ്റ്ലി ഉള്ളത്. ഇവിടെ റേസർ പേ എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേസർ പേ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ റേസർ പേയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്നതും അങ്ങനെയാണ്. നമുക്ക് റേസർ പേ അക്കൗണ്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ഷിപ്പിംഗ് പ്ലാനിൽ നമ്മളൊരു പ്രൊഡക്റ്റിന് ഏതൊക്കെ രീതിയിൽ ഷിപ്പ് ചെയ്യാം. ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ്, അതായത് നമുക്കൊരു പ്രൈസ് റേഞ്ചിലും ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റും. ഓരോ ഏരിയ തിരിച്ചു വേണമെങ്കിലും നമുക്ക് ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റും. പ്രൊഡക്റ്റിനനുസരിച്ചും ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മാത്രം ഷിപ്പിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആഡ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ്, ഫ്ലാറ്റ് റേറ്റ് ആണോ അതോ കാരിയർ ആപ്പ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് ടീമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പ് കണക്ട് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഷിപ്പിംഗ് റേറ്റ് കാണിക്കുന്ന ഓപ്ഷനുണ്ട്. അതല്ല നമ്മളൊരു ഫ്ലാറ്റ് റേറ്റ് നമ്മൾ തന്നെ ഷിപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ സാധിക്കും. അപ്പോൾ ഇവിടെ കസ്റ്റം റേറ്റ് നെയിം, ഫ്രീ ഷിപ്പിംഗ്, അതിനുശേഷം ഇതിന് ഫ്രീ ആയിട്ടുള്ളതാണ്. പക്ഷേ അതിന് നമുക്ക് ഒരു കണ്ടീഷൻ വെക്കാം. നമുക്ക് ബേസ്ഡ് ഓൺ വെയിറ്റ് വെക്കാം, ബേസ്ഡ് ഓൺ ഓർഡർ പ്രൈസ് വെക്കാം. ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപ മുതൽ ഉള്ള എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണം കൊടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് ബേസ്ഡ് കണ്ടീഷൻ കൊടുക്കാം. അതായത് 1 കിലോ മുതൽ അങ്ങോട്ടുള്ള എല്ലാ പർച്ചേസും അല്ലെങ്കിൽ 1 കിലോ വെയിറ്റുള്ള എല്ലാ പ്രൊഡക്റ്റിനും ഫ്രീ ആക്കി കൊടുക്കുന്നു. അന്നേരം 1 കിലോ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേഞ്ച് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ കൊടുത്തു പോകണം. ഇതാണ് ഷിപ്പിംഗ് റേറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ ജനറലിൽ ക്ലിക്ക് ചെയ്യുക. കറൻസി കാണിക്കാനും, അതായത് നമ്മുടെ സ്റ്റോറിൻ്റെ കറൻസി ഏത് വേണമെന്ന് കാണിക്കാനും, അതുപോലെയല്ല പിന്നെ യൂണിറ്റ് വൈസ് കാണിക്കാനും, ടൈം റേറ്റ് കാണിക്കാനും, അതുപോലെ നമുക്ക് ഓർഡർ ഐ ഡിയുടെ സഫിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓർഡറായിട്ട് ഫുൾഫിൽ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ജനറൽ സെറ്റിങ്സിനകത്തുണ്ട്. ഇവിടെ നമുക്കിനി യൂസേഴ്സ് ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. യൂസേഴ്സ് പെർമിഷൻസിലാണ് നമ്മൾ പ്രൊഡക്റ്റിനെ നമ്മുടെ സ്റ്റാഫിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് പ്ലാനിൽ ഒരു സ്റ്റാഫിനെ പറ്റുള്ളൂ. സെക്കൻഡ്, അതായത് ഷോപ്പിഫൈ എന്ന് പറഞ്ഞൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നമുക്ക് മാസം 7500 രൂപയാണ് വരുന്നത്. ആ പ്ലാനിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് 5 സ്റ്റാഫ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അത് 32,000 രൂപയുടെ പ്ലാനാണ്. അത് നമുക്ക് 15 സ്റ്റാഫ് അക്കൗണ്ട് വരെ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് സ്റ്റോർ സെറ്റിങ്ങിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോളിസീസ്. ഈ പോളിസീസിൽ നമുക്ക് എല്ലാ സ്റ്റോറിലും പോളിസീസ് വേണം. അതായത് ഷിപ്പിംഗ് പോളിസി, പ്രൈവസി പോളിസി, ടേംസ് ഓഫ് സർവീസസ്, അതുപോലെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടെംപ്ലേറ്റ് ഷോപ്പിഫൈയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പേജസ് നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് തന്നെ കിട്ടും. ഈ ചെയ്തിരിക്കുന്ന പേജുകളെ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോറിൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഷിപ്പിംഗ് പോളിസി, പ്രൈവസി പോളിസി. ഇപ്പോൾ കോൺടാക്റ്റ് ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺടാക്റ്റ് അഡ്രസ്സും ഫോൺ നമ്പർ, ഇത്രയും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇത് നമ്മളൊരു ഡെമോ സ്റ്റോർ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോർ നിങ്ങളുടെ പബ്ലിഷ് ആക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പബ്ലിഷിങ്, നമ്മുടെ പ്രിഫറൻസസ്, അതായത് നമ്മുടെ സ്റ്റോറിൻ്റെ പ്രിഫറൻസസ് കൂടെ നമുക്ക് നോക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ സ്റ്റോറിൻ്റെ അണ്ടറിലായിട്ട് പ്രിഫറൻസസ് എടുക്കുക. പ്രിഫറൻസസിനകത്ത് നമുക്ക് നമ്മളുടെ സ്റ്റോറിൻ്റെ നെയിം, ഹോം പേജിൻ്റെ ടൈറ്റിൽ,
വാച്ച് സ്റ്റുഡിയോ, അതിൻ്റെ എന്താണോ നമ്മുടെ ഹോം പേജ് അത്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കണിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ, അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിൻ്റെ പേജ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പിക്സൽ, പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറിന് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലാണ്. ഇനി അടുത്തത് നമുക്ക് പേജസ് ആണ്. പേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് പേജസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പേജസ് മൾട്ടിപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പുതിയൊരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. സമ്മർ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സേവ് ചെയ്തു, വെറുതെ സേവ് ചെയ്തു. എന്നിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തീമിൻ്റെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടോപ്പ് റൈറ്റിൽ ടോപ്പിൽ സെൻറ്ററിൽ നമുക്കിവിടെ പേജുകൾ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത പേജ് കാണാൻ പറ്റും. കോണ്ടാക്റ്റ്, പിന്നെ ഒരു ഡിഫോൾട്ട് പേജ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജിന് പേരൊന്നും കൊടുത്തിട്ടില്ല, ഡിഫോൾട്ട് പേജ് എന്നാണ് പേജ് വന്നേക്കുന്നത്. സമ്മർ സെയിൽസ് എന്ന് അതിനകത്ത് കൊടുത്തു. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കുറേ പ്രോഡക്ട്സും അതുപോലെയുള്ള കളക്ഷൻസും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പേജ് എടുക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഡമ്മി പ്രൊഡക്റ്റാണ്. അതിന് പകരം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വേറൊരു പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പേജ് എഡിറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് പേജിൽ നമുക്കിപ്പോൾ റിവ്യൂസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റിവ്യൂസിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതൊരുപാട് ഞാൻ ലെങ്തി ആക്കുന്നില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു ലേൺ സംതിങ് ഫ്രം ദിസ് വീഡിയോ ആൻഡ് check the description for the sign up for Shopify. Thank you so much. and ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.